നെഹ്റു ഇന്ദിരാഗാന്ധി കുടുംബത്തിന്റെ കുത്തക സീറ്റായി കണക്കാക്കുന്ന അമേഠി നിയോജക മണ്ഡലത്തിൽ താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വ്യവസായിയും പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വാദ്ര വ്യാഴാഴ്ച പറഞ്ഞു. താൻ പാർലമെന്റ് അംഗമാകാൻ തീരുമാനിച്ചാൽ അവരുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമെന്ന് അമേഠിയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. വർഷങ്ങളോളം റായ്ബറേലിയിലും അമേഠിയിലും സുൽത്താൻപൂരിലും ഗാന്ധി കുടുംബം കഠിനാധ്വാനം ചെയ്തു. അമേഠിയിലെ ജനങ്ങൾ ശരിക്കും നിലവിലെ പാർലമെന്റ് അംഗത്തിന്റെ പ്രശ്നത്തിലാണ്. അവരെ തിരഞ്ഞെടുത്തതിലൂടെ തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് അവർ കരുതുന്നു. സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിക്കെതിരെ ഒളിയം പെയ്ത് വാദ്ര പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ചേരുകയാണെങ്കിൽ അമേഠിയിൽ നിന്ന് മത്സരിക്കണമെന്ന് അമേഠിക്കാരിൽ നിന്ന് പോലും അഭ്യർത്ഥനകൾ ലഭിക്കുന്നു. പ്രിയങ്കയ്ക്കൊപ്പമുള്ള ആദ്യ രാഷ്ട്രീയ പ്രചാരണം 1999 അമേഠിയിലായിരുന്നുവെന്നും റോബർട്ട് വാദ്ര പറഞ്ഞു. ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്ര ഗാന്ധി നെഹ്റു കുടുംബത്തിലെ 5ാം തലമുറയിലെ അംഗമാണ്. ആ നിലയിൽ രാഷ്ട്രീയ യോഗങ്ങളിലും പുറത്തും ഭാര്യ പ്രിയങ്കയ്ക്കൊപ്പം അദ്ദേഹത്തെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിന് ഔപചാരികമായ റോളൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിലും വാദ്രയ്ക്ക് ആക്രാന്തമൊന്നുമില്ല കേട്ടോ. ആദ്യം പ്രിയങ്ക ഗാന്ധി MP ആകണം, അതിനുശേഷം തനിക്കും ഒരു സീറ്റ്. അത് കിട്ടിയേക്കുമെന്നാണ് ഒരു രാഷ്ട്രീയക്കാരനായി അരങ്ങേറ്റം കുറിക്കാനുള്ള തന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് റോബർട്ട് വാദ്ര പറഞ്ഞത്. താൻ ആളുകളുമായി ഇടപഴകുന്നു. വിവിധ പാർട്ടികളിൽ നിന്നുള്ള MP-മാരുണ്ട്. ആ MP-മാർ തന്നോട് അവരുടെ പാർട്ടിക്കൊപ്പം വന്ന് കാലതാമസത്തിന്റെ കാരണങ്ങൾ തന്നോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. അവരുടെ പിന്തുണ അവർ തനിക്ക് ഉറപ്പു നൽകുന്നു. അതിനാൽ രാജ്യത്തുടനീളമുള്ള വ്യത്യസ്ത പാർട്ടികൾ എന്നോട് കൂടെ ചേരാൻ ആവശ്യപ്പെടുന്നു. പാർട്ടി ലൈനുകൾക്ക് മുകളിലുള്ള ഒരുപാട് ആളുകളുമായി തനിക്ക് സൗഹൃദമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേഠി റായ്ബേലി സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് റോബർട്ട് വാദ്രയുടെ പ്രസ്താവന. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി അമേഠിയിൽ BJP നേതാവ് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു. ഇത്തവണയും സ്മൃതി അമേഠിയിൽ മത്സരിക്കുന്നുണ്ട്. കൂടാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ MP സോണിയാഗാന്ധി തീരുമാനിച്ചതിനെ തുടർന്ന് റായ്ബറേലിയയിൽ കോൺഗ്രസ് കോട്ട ഒഴിഞ്ഞുകിടന്നു. മുൻ കോൺഗ്രസ് അധ്യക്ഷ ഏപ്രിൽ 4 രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP-യായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാകുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി, റായ്ബറേലിയയിൽ പ്രിയങ്ക, അമേഠിയിൽ മരുമകൻ വാദ്ര, അമ്മായിയമ്മ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗം. വർഷങ്ങളോളം ഗാന്ധി കുടുംബം റായ്ബറേലിയയിലും അമേഠിയിലും സുൽത്താൻപൂരിലും കഠിനാധ്വാനം ചെയ്ത കാര്യമൊക്കെ വാദ്ര മനപ്പാടമാക്കിയിട്ടുണ്ട്. സംഗതി ജോറാകുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ബാവ വയനാട്ടിലും അളിയൻ ബാവ അമേഠിയിലും, ബാക്കി വാവകൾ കുടുംബാംഗങ്ങൾക്ക് കളിപ്പാട്ടമായി കിട്ടിയ പരമ്പരാഗത സീറ്റുകളിലും. ഇപ്പോൾ തന്നെ BJPക്ക് പറയാൻ ധാരാളം വിഷയങ്ങളുണ്ട്. പിന്നെയും പുതിയ വിഷയങ്ങൾ കൊടുത്ത് BJP എങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്റെ പൊന്നളിയ. പണ്ട് കോൺഗ്രസിന്റെ കുലപതി എന്നൊക്കെ പറയുന്ന ലീഡർ K കരുണാകരൻ, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മത്സരിച്ച K മുരളീധരൻ, മകൾ K പത്മജ എന്നിങ്ങനെ 3 പേരും മാലപ്പടക്കം പോലെ പൊട്ടിയ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു കേരളത്തിൽ. 67-ൽ EMS മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി ശക്തമായ മുന്നണിയുണ്ടാക്കി സീറ്റുകൾ ഒന്നടങ്കം പിടിച്ചെടുത്ത തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് ജയിച്ച ചാലക്കുടിയിൽ ആ വർഷം പത്മജ തോറ്റു. അല്ല, K മുരളീധരനും K പത്മജയും തോറ്റു. കോൺഗ്രസ് തോറ്റു, മുന്നണി തോറ്റു. ഐക്യമുന്നണി തോൽവിയുടെ കഷായം കുടിക്കേണ്ടി വന്നത് പാർട്ടിയിൽ കുടുംബവാഴ്ച കലർത്തിയതുകൊണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് അന്നും പഠിച്ചില്ല, ഇന്നും പഠിച്ചില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കെ ഞങ്ങൾ കുടുംബക്കാർക്കെല്ലാം മത്സരിക്കണമെന്ന് വാദ്ര പറയുമ്പോൾ പഴയ കഥകൾ ഓർത്തുപോയതാണ്. തോൽക്കാൻ വളരെ എളുപ്പമാണെന്ന് കോൺഗ്രസിനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വലിയ കളി കാണാനിരിക്കുന്നതേയുള്ളൂ.